إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم ولا تظلموا فيهن أنفسكم فقاتلوا المشركين كافة كما يقاتلونكم كافة وعلموا أن الله مع المتقين ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനും പരമകാരുണികനുമായ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പരമാവധി പകർത്തുവാനും എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ് വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മളെല്ലാവരും അതിൽ ബോധവാന്മാരാണ്. ഈ വരുന്ന നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ ദിവസമടക്കമുള്ള 10 ദിവസങ്ങൾ സൽക്കർമ്മ നിരതമായ 10 ദിവസങ്ങളാക്കി ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ കേട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസത്തിന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാധാന്യത്തിന്റെ വലുപ്പം കേട്ടാൽ നമ്മളെല്ലാവരും ഇബാദത്തുമായിട്ട് മാത്രം ഇരിക്കുന്ന 10 ദിവസങ്ങളാക്കി നമ്മൾ മാറ്റും ആ ദിവസത്തെ. അത്രയും പ്രാധാന്യമാണ് ആ ദിവസത്തിനുള്ളത്. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 പകലിനേക്കാളും പ്രാധാന്യമാണ് ദുൽഹിജ്ജ മാസത്തിലെ 10 അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 10 പ്രാധാന്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രവർത്തനങ്ങളുടെ കർമ്മോത്സുകത വർദ്ധിപ്പിക്കുവാൻ അത് നമ്മളെ സഹായിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും അതിന്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു ഖുർആനിൽ പരാമർശിച്ച ദിനങ്ങളാണ് ഈ ദിനങ്ങൾ എന്നാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് കാണുക, യശ്ഹദു വനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്
على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തന്നെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദിവസം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളുടെ എണ്ണം 12 മാസമാക്കിയിട്ടുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ കിതാബിൽ 12 മാസങ്ങൾ. അതിൽ ഓരോ മാസങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ശ്രേഷ്ഠതകളുണ്ട്. അതിൽ 4 മാസങ്ങൾ യുദ്ധം പോലും വിലക്കപ്പെട്ട മാസമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. പ്രാധാന്യമുള്ള മാസങ്ങളിൽ പ്രിയപ്പെട്ടവരെ എണ്ണിയിട്ടുള്ള മാസമാണ് നമ്മളുള്ള ഈ ദുൽഹിജ്ജ മാസം. ഇവിടെ പറഞ്ഞ ഈ അയ്യാമിൻ മഅലൂമാത്ത് എന്ന ഖുർആനിൽ പറഞ്ഞ ആ ആയത്തിന്റെ ആ പദത്തിന്റെ ഉദ്ദേശം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്നാണ് മുഫസ്സിരീങ്ങളായ ഇബ്നു അബ്ബാസ്, അബൂ മൂസ അശ്അരി, മുജാഹിദ്, ബത്താ, സഈദ് ഇബ്നു ജുബൈർ, ഹസൻ അൽ ബസരി, ഖത്താദ, വഹാഖ്, ഇബ്രാഹിം നഖഈ, അതാഉൽ ഖുറാസാനി, ഇമാം ഷാഫിഈ, അതേപോലെ തന്നെ അഹ്മദ് പോലെയുള്ള പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. തഫ്സീർ ഇബ്നു കസീറിൽ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വൽ ഫജ്ർ വലയാലിൻ ആശ് വശഫഇ വൽ വത്ർ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫജ്ർ എന്ന സൂറത്തിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്ന വലയാലിൻ ആശ് എന്ന് പറഞ്ഞ ഈ 10 രാത്രികൾ ഈ ദുൽഹിജ്ജ മാസത്തിലെ രാത്രികളെ പറ്റിയാണ്. 10 രാവുകൾ എന്നതിന്റെ ഉദ്ദേശം ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ ഈ വിശദീകരണത്തിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇബ്നു സുബൈർ, മുജാഹിദ് തുടങ്ങിയ അനേകം സലഫുകളുടെയും ഖലഫുകളുടെയും അഭിപ്രായത്തിൽ ആ 10 ദിവസങ്ങൾ എന്നത് ദുൽഹിജ്ജ മാസത്തിലെ 10 ആണ്. ഇത് 3 ദിവസം പ്രിയപ്പെട്ടവർ നമുക്കറിയാം കഴിഞ്ഞു ഇന്നത്തോടുകൂടി. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ മാസത്തിന്റെ പ്രത്യേകത ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളൊക്കെയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. വബിൽ ജുംലത്തി فهذا العاشر قد قيل إنه أفضل أيام السنة كما نطق به الحديث ففضله كثير على عاشر رمضان الأخير. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീർ ഇബ്നു കസീറിൽ പ്രവാചകന്റെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതനായ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, നിശ്ചയമായും ഹദീസുകളിൽ വന്നത് പ്രകാരം ഈ വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാകുന്നു ഈ 10 ദിനങ്ങൾ എന്നാണ്. ഒരു മനുഷ്യന് ഒരു വർഷത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കാൻ പറ്റിയ ദിവസങ്ങളാണ് 10 ദിവസം. നമുക്കറിയാം പരിശുദ്ധ റമദാനിൽ എല്ലാ ഇബാദത്തും ആ 10 ദിവസത്തെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പരിശുദ്ധ റമദാനിൽ ഹജ്ജില്ല, എന്നാൽ ഹജ്ജിൽ എന്തുണ്ട്? നോമ്പ് വരുന്നുണ്ട്. അത്തരണത്തിൽ എല്ലാം നമുക്ക് ഉൾക്കൊള്ളുന്ന സൽക്കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന ദിനരാത്രങ്ങളാണ് ഈ ദിനരാത്രങ്ങൾ എന്ന് മനസ്സിലാക്കുക. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തിലെ ഓരോ ദിനങ്ങളും 1000 ദിനങ്ങളെ പോലെയാണ്. അറഫ ദിനം 1000കണക്കിന് ദിനങ്ങളെ പോലെയും പ്രാധാന്യമുള്ളവയാണ്. ഇമാം ഔസാഇ റഹ്മഹുല്ലാഹ് പറയുന്നു, പകലിൽ നോമ്പെടുത്തും രാത്രി കാവലിരുന്നും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവന് തുല്യമാണ് ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന പ്രാധാന്യമെന്നാണ്. മൂന്നാമത്തെ ഒരു പ്രത്യേകത പ്രിയപ്പെട്ടവരെ, ശ്രേഷ്ഠാരാധനകൾ ഒരുമിക്കുന്ന ദിനങ്ങൾ. ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ നമസ്കാരമുണ്ട്, അതിൽ നോമ്പുണ്ട്, അതിൽ സ്വതക്കയുണ്ട്, ഹജ്ജുണ്ട്. ഈ അടിസ്ഥാന ആരാധനകളെല്ലാം ഒരുമിച്ച് വരുന്ന ദിനങ്ങളാണിവ. അതുമാത്രവുമല്ല മറ്റൊരു ദിനങ്ങളിലും ഈ പറഞ്ഞ സൽക്കർമ്മങ്ങൾ അടിസ്ഥാന കർമ്മങ്ങൾ വരുന്നുമില്ല എന്നത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ ദിനങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഉത്തമമായ പ്രവർത്തനമാണ് എന്നാണ്. ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളിലെ കർമ്മങ്ങളെല്ലാം പുണ്യമേറിയ കർമ്മങ്ങളല്ലാതെ മറ്റൊരു കർമ്മവുമല്ല. ജിഹാദുമില്ലോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിഹാദുമില്ല, ശത്രുവിനെ നേരിടാൻ സ്വന്തം ശരീരവും സമ്പത്തും കൊണ്ടുപോവുകയും അതിലൊന്നും തിരിച്ചു കൊണ്ടുവരാതിരിക്കുകയും ചെയ്തവനൊഴികെ എല്ലാ കർമ്മങ്ങളും അതിൽ എന്താണ് ഉൾക്കൊള്ളുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ശ്രദ്ധിക്കുക, നമ്മുടെ നമസ്കാരങ്ങൾ, അദ്കാറുകൾ, പ്രാർത്ഥനകൾ,
അതുപോലെ തന്നെ നോമ്പും അതുപോലെ തന്നെ സ്വതക്കയുമെല്ലാം പലപ്പോഴും നമ്മൾ പരിശുദ്ധ റമദാനിൽ മാത്രം ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ ദുൽഹിജ്ജ മാസത്തിലെ പ്രത്യേകതകളെ പറ്റി പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, റിവായത്തിൽ കാണാം, നാമിൻ അയ്യാമിൻ أعظم عند الله ولا أحب إليه من العمل فيهن من هذه الأيام العشر فأكثروا فيهن من التهليل والتكبير والتحميد. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുകയാണ്, ഈ 10 ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാൾ ശ്രേഷ്ഠവും പ്രിയമേറിയതുമായ മറ്റു ദിനങ്ങളില്ല. അതിനാൽ ഈ ദിനങ്ങളിൽ നിങ്ങൾ തഹ്ലീലും തക്ബീറും തഹ്മീദും വർദ്ധിപ്പിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഹജ്ജിനേക്കാൾ പുണ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് ഈ ദിനങ്ങളിലെ കർമ്മങ്ങൾ എന്നർത്ഥം. അതുപോലെ തന്നെ അതിനാൽ ഈ ദിനങ്ങൾ അശ്രദ്ധമാക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. മറ്റു ദിനങ്ങളെ പോലെ ഭൗതികമായ തിരക്കുകൾ നമുക്കറിയാം. ഇന്നത്തെ അവസ്ഥയിൽ മഴയും മറ്റു കാര്യങ്ങളും സ്കൂളും അതിന്റെ എന്താ പറയാ അതുമായി ബന്ധപ്പെട്ട തിരക്കുമൊക്കെയാകുമ്പോൾ ഈ ദുൽഹിജ്ജ മാസത്തിലെ ദിനങ്ങൾ നമ്മൾ അശ്രദ്ധരാകാനുള്ള സാധ്യത കൂടുതലുള്ള ദിനങ്ങളായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാനിലെ അവസാന രാവുകൾക്ക് തുല്യമോ അതിനേക്കാൾ ശ്രേഷ്ഠമോ ആണ് ഈ ദിനങ്ങളിലെ പകലുകൾ എന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സൽക്കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുന്നിടത്ത് നല്ല ജാഗ്രതയോടുകൂടി സമയമെടുത്തുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മുൻഗാമികൾ ഈ ദിനങ്ങൾ വളരെയേറെ ഉപയോഗപ്പെടുത്തിയവരായിരുന്നു. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, തനിക്ക് എത്രത്തോളം കഴിയുമോ അത്രത്തോളം ഈ ദിനങ്ങളിൽ സൽക്കർമ്മ നിരതനായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങൾ വന്നിരിക്കുന്നു. ഈ ദിനങ്ങൾ നമ്മൾക്ക് കർമ്മങ്ങളിലും ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളിലും തിരക്കുള്ള ദിനങ്ങളാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കർമ്മങ്ങളുടെ തിരക്കിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. സ്ത്രീകൾ, സഹോദരിമാർ ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും ഈ ബലിപെരുന്നാളൊക്കെ അടുക്കുന്ന സമയത്ത് നേരത്തെ തന്നെ അതിന്റെ തയ്യാറെടുപ്പുകൾ, രാത്രി ഉറക്കമൊഴിഞ്ഞുള്ള അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ, പകൽ അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങൾ, അങ്ങനെ എല്ലാ ദിവസങ്ങളും പെട്ടെന്ന് തന്നെ കടന്നു പോവുകയും പെരുന്നാളിന്റെ സുദിനത്തെ മാത്രം ഓർത്തിരിക്കുന്ന ഒരു മനുഷ്യന് ആ സുദിനം മാത്രം കിട്ടുന്നൊരവസ്ഥയും ആ സുദിനം തന്നെ ഉച്ച കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയും ഒക്കെയാണ് പല ആളുകളുടെയും ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ദുൽഹിജ്ജ മാസത്തിന്റെ ഒരു പൂർത്തീകരണം, ആ സൽക്കർമ്മങ്ങളുടെ ഒരു പൂർത്തീകരണമായിട്ടാണ് 10ാമത്തെ ദിവസത്തിൽ ദുൽഹിജ്ജ 10 ഈദുൽ അദ്ഹ സത്യവിശ്വാസികൾക്ക് ആഘോഷകരമായ ഒരു ദിനമാക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ 10 രാവുകളിൽ നിങ്ങളുടെ വിളക്കുകൾ അണക്കരുത്. കേട്ടുനോക്കൂ നിങ്ങൾ, ഈ 10 രാവുകളിൽ നിങ്ങളുടെ വിളക്കുകൾ അണക്കരുത്. ആ സമയങ്ങളിലും നിങ്ങൾ ഇബാദത്തിലായിരിക്കണം. അറഫ ദിനത്തിൽ നോമ്പെടുക്കാനായി നിങ്ങളുടെ വീട്ടുകാരെ ഉണർത്തുകയും ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാധാന്യത്തെ വിളിച്ചോതിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ നിലവിലുള്ള ദിവസങ്ങൾ പലപ്പോഴും ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവർ നോമ്പുകാരായിരിക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരമാവധി നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കുക. അതിനുവേണ്ടി തയ്യാറാവുക. സദഖകൾ നിർവഹിക്കാനുള്ള അവസരങ്ങളുണ്ട്. ആവശ്യക്കാരില്ലാത്തൊരു ലോകത്തല്ല പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും ജീവിക്കുന്നത്. നമ്മളൊക്കെയും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ മുസ്ലിങ്ങളായി ഇസ്സത്തുള്ളവരായി ജീവിക്കുന്ന ഒരു പ്രതലം നമ്മൾ തീർക്കേണ്ടതുണ്ട്. ഭൗതികമായി അല്ലെങ്കിൽ ഇതര മത സമൂഹവുമായി ലയിച്ച് ജീവിക്കുന്ന നമ്മൾ അവരെ പോലെ ആകുന്ന അപകടം മാറ്റി നിർത്തിയിട്ട് അവർ നമ്മളെപ്പോലെ സൽസ്വഭാവികളായിട്ടും നമ്മളെപ്പോലെ നിഷ്കളങ്കരായിട്ടും നമ്മളെപ്പോലെ വിനയാന്വിതരായിട്ടും നമ്മളെപ്പോലെ സുഷ്മാലിക്കളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകൾ നിർബന്ധമാണ്. പലപ്പോഴും നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. എല്ലാ കാലത്തും നമുക്കൊരാളോട് കാണിക്കുന്ന ആദ്യമായി കാണിക്കുന്ന ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, ആ ഒരു സ്വഭാവം, അത് മരണം വരെ നിലനിർത്തുന്നിടത്താണ് നമ്മൾ എന്താകുന്നുള്ളൂ, ഒരു ഒറിജിനൽ ആകുന്നുള്ളൂ. മറിച്ച് ബാക്കിയെല്ലാം ഏതെങ്കിലും താൽക്കാലികമായ ഒരു സൗകര്യത്തിനോ താൽക്കാലികമായ ഒരു സംഗതിക്കോ വേണ്ടിയിട്ടുള്ള സ്വഭാവമാക്കി മാറ്റുന്നിടത്താണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അതോടൊപ്പം തന്നെ ഇബാദത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ആളുകൾക്ക് പൊതുവെ പറയാനുള്ള പരാതി അതാണ്. എന്താ?
ഇന്ന് കിട്ടുന്ന ആ ഒരു തഖ്വ നാളെ കിട്ടുന്നില്ല. വെള്ളിയാഴ്ച ഉച്ചക്ക് കിട്ടുന്ന തഖ്വ വെള്ളിയാഴ്ച അസറാകുമ്പോഴേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ ഒരു ദിവസം രാവിലെ കിട്ടുന്ന തഖ്വ രാത്രിയാകുമ്പോഴേക്ക് നഷ്ടപ്പെട്ടുകയാണ്. സമ്പന്നനായി നിൽക്കുന്ന സമയത്തുള്ള തഖ്വ കച്ചവടം കുറയുമ്പോഴത്തേക്ക് ഇല്ലാതായി പോവുകയാണ്. ദാരിദ്ര്യം കൊണ്ട് ഉണ്ടായ ദരിദ്രനായി ജീവിക്കുന്ന സമയത്തുണ്ടായ തഖ്വ അല്പം സമ്പന്നത വരുമ്പോഴേക്ക് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ എല്ലാം അങ്ങനെ തന്നെ. വിദ്യാഭ്യാസം ഇല്ലാത്ത സമയത്തുള്ള തഖ്വ വിദ്യാഭ്യാസ സമ്പന്നനായി അവനൊരു ജോലിയിലേക്കും മറ്റോ പ്രവേശിക്കുമ്പോഴേക്കും അവന്റെ ലൈഫ് സ്റ്റൈൽ ആകെ മാറുന്നൊരവസ്ഥയിലേക്ക് അവൻ എന്ത് ചെയ്യാണ്? തെറ്റിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദീന് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം നമ്മുടെ മതമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അത് ഉൾക്കൊള്ളുന്ന ഒരു വലിയ ആശയത്തെ ആദർശത്തെ ഇവിടെ പടുത്തുയർത്താൻ മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പടുത്തുയർത്തി അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അവർ ചേർന്ന് പടുത്തുയർത്തിയ കഅബാലയത്തിൽ ഹാജിമാർ ഒരുമിച്ച് കൂടിയ ആ ഒരു രംഗം നമ്മൾ വളരെയധികം സന്തോഷപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാ ഈ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം? നമ്മളൊരു പ്രവാചകന്റെ, ഒരു റസൂലിന്റെ, ഒരു ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്റെ ചരിത്രം നമ്മൾ ആവർത്തിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തുറന്നു പറയൂ, നമ്മൾ കേട്ടിട്ടുണ്ടാവുക ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അത്രയധികം ചരിത്ര പ്രാധാന്യമുള്ള, നമുക്കെല്ലാവർക്കും രണ്ടു വാക്ക് പറയാൻ കഴിയുമെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ജീവിതത്തെ പറ്റിയാണ് നമുക്ക് പറയാനുണ്ടാകും. ഒരുപാട് തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിട്ടുള്ളത്. വാർദ്ധക്യത്തിലാണ് മക്കളെ കൊടുക്കുന്നത്. ഒരു റസൂലായിട്ട് പോലും ഒരുപാട് വർഷക്കാലം, 10-60 വർഷക്കാലം മക്കളില്ലാതെ അല്ലാഹുവിന്റെ ഈ റസൂലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന ഒരു സന്താനം അവിടെയും പരീക്ഷിക്കപ്പെടുകയാണ്. നമ്മളൊക്കെ 1, 2, 3, 5 കൊല്ലം വൈകിയാൽ വരെ പ്രതീക്ഷകൾ വിട്ട് നിരാശനായി ജീവിക്കുന്ന ആളുകളാണ്. എന്നാൽ എന്റെ റബ്ബ് എനിക്ക് തരും എന്ന ആ ഒരു ഉദ്ദേശത്തിൽ, ആ ഒരു പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. സഹനശീലനായിട്ടും ക്ഷമാലുവായിട്ടും മാന്യനായിട്ടും എല്ലാ നിലക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാം. ഇത് പറയുന്ന സമയത്ത് നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ട ഒരു വല്ലാത്തൊരു പ്രയോഗമുണ്ട്. അള്ളാഹു ഏതൊക്കെ നിലക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷിച്ചോ ആ സമയത്തെല്ലാം വിജയിക്കുന്നവനായിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മാറുകയായിരുന്നു. എല്ലാ നിലക്കും അദ്ദേഹത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയും അള്ളാഹുവിന് വിധേയപ്പെട്ടവനായി മാറുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിജയിച്ചവനാണ് ഖലീലുല്ലാ എന്ന് അള്ളാഹു പരിചയപ്പെടുത്താൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. എല്ലാവരും ശ്രദ്ധിക്കുക. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ, പ്രതിഫല നാളിൽ എന്നെ അപമാനിക്കരുത് എന്നാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത്. പ്രതിഫല നാളിൽ എന്നെ അപമാനിക്കരുത്. ഇവിടെ എന്താണ്? ഒരപമാനവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം വിജയിച്ചവനാണ്. നമ്മളൊക്കെ ചിലപ്പോൾ വലാ തുഖ്സിനി യൗമദ്ദുനിയ വയൗമൽ ആഖിറ വയൗമ യുബഅസൂൻ എന്ന് പ്രാർത്ഥിക്കേണ്ടവരായിരിക്കും. ഇവിടെയും നിന്ദത നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. പരലോകത്തും നമ്മൾ നിന്ദത ഭയപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാചകൻ അത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്തായിരിക്കുമെന്നുള്ള ആശങ്കയിലായിരുന്നു അവർ പരലോകത്തെ കണ്ടിരുന്നത്. നമ്മളൊക്കെ ചില്ലറ അമലുകൾ ചെയ്യുമ്പോഴേക്കും വലിയ ഭയഭക്തിയിലും നാട്ടുകാർ നമ്മളെ മുത്തക്കി എന്ന് വിളിക്കുന്ന പേരിൽ വലിയ പ്രതീക്ഷയിലൊക്കെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ നമ്മൾ എണ്ണുമ്പോൾ ഒരുപക്ഷെ വലുതായിരിക്കും. നമ്മൾ ചെയ്തിരിക്കുന്ന സ്വതക്കയും നമ്മൾ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങളും വാതോരാതെ പറയാൻ മാത്രം നമുക്കുണ്ടാകും. പക്ഷെ അള്ളാന്റെ അടുക്കൽ കടലിൽ ഒരു അല്പം ഒരു തുള്ളിയെടുത്ത പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ശതമാനം മാത്രമായിരിക്കും ആ സൽക്കർമ്മങ്ങൾ ഉണ്ടാകും. ഒരുപാട് ആളുകൾ നമ്മളെക്കാളും മുന്നിൽ സഞ്ചരിച്ചവരായി, നമ്മളെക്കാളും കൂടുതൽ പ്രവർത്തനങ്ങളിൽ നിരതരായിക്കൊണ്ട് കടന്നുപോയവരായിരിക്കും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഏകദൈവ ആരാധന പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു +2 കാരന്റെ പ്രായത്തിൽ, ഒരു കൗമാര പ്രായത്തിലാണ് അദ്ദേഹം തന്റെ ബാപ്പയിൽ നിന്നാണ് തുടങ്ങുന്നത്. തന്റെ ആസർ എന്ന പിതാവ് ബിംബങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന, അതിനെ ആരാധിക്കുന്ന, അങ്ങനെയുള്ളതിൽ ജീവിക്കുന്ന ആ പിതാവിനോടാണ് ആദ്യമായിട്ട് അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ഒരുപാട് വർഷക്കാലം ജീവിച്ചിട്ടും ഇങ്ങനെ ഒരു തൗഹീദ് നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിൽ പറഞ്ഞു. ഞാൻ പലപ്പോഴും നമ്മളെ ഖുത്ബയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, തൊട്ടടുത്തിരിക്കുന്ന, സ്വന്തം കൂടെ ജീവിക്കുന്ന, പാർട്ട്ണറായിട്ടുള്ള, കൂടെ യാത്ര ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന ആളുകളോട് അള്ളാഹിനെ പറ്റിയിട്ട് ഒരു തവണയെങ്കിലും അത് പറയാൻ മാത്രമുള്ള പ്രതിഭാസങ്ങൾ നമുക്ക് ചുറ്റും ഇല്ലേ പ്രിയപ്പെട്ടവർ?
പ്രിയപ്പെട്ടവരെ. ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടില്ലേ, പല സ്ഥലങ്ങളിലും നൂറിലധികം വർഷക്കാലം കിട്ടാത്ത മഴ ഈ വർഷം കിട്ടുകയാണ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ കാലം വരെ ഒഴുകാത്ത ദിശയിലേക്ക് വെള്ളമൊഴുകുന്ന തരത്തിൽ വലിയ വെള്ളക്കെട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്ന രൂപത്തിൽ മഴയുടെ അളവുകോലുകൾ, തോതുകൾ വർദ്ധിച്ചുകൊണ്ടുള്ള മഴ പെയ്യുകയാണ്. ആളുകളെല്ലാവരും ആശങ്കയിലാണ്. ഒരു ഭാഗത്ത് മഴയുടെ 2 ദിവസത്തെ മഴ തന്നെ വലിയൊരു കെടുതിയായി രൂപപ്പെടുമ്പോൾ, ഒരു ഭാഗത്ത് മഴയൊക്കെ ഉണ്ടായിട്ടും വെള്ളം കിട്ടാത്തവരായിട്ട് ജീവിക്കുന്ന സമൂഹവും ഇതേ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഈ പ്രതിഭാസങ്ങൾ തന്നെ നമ്മുടെ കൂടെ പണിയെടുക്കുന്ന ഒരു അമുസ്ലിമായ, അല്ലെങ്കിൽ അള്ളാഹിനെ പറ്റി ശ്രദ്ധയില്ലാത്ത, അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഇത് ദീനിലേക്ക് വന്ന ശേഷം എന്താ പറയാ ദീനിനെ ഇട്ടെറിഞ്ഞു പോയ ആളുകൾക്കൊക്കെ ഈ പ്രതിഭാസത്തെ പറഞ്ഞു കൊടുത്തിട്ട്, സഹോദരാ, ഈ ഒരു പ്രതിഭാസത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ പ്രതിഭാസത്തെ, ഇതിനൊരു പരിഹാരം കാണാൻ നമ്മൾ എവിടേക്കാണ് പോവുക, ആർക്കാണ് സാധിക്കുക എന്ന് ചോദിക്കുന്നിടത്ത് ഒരു റബ്ബിനെ, ഒരു സ്രഷ്ടാവിനെ, ഒരു നിയന്ത്രണാധികാരമുള്ള ഒരു നിയന്താവിനെ കണ്ടെത്തുന്നിടത്തേക്ക് അവരെല്ലാവരും പോകും. സംശയമില്ല പ്രിയപ്പെട്ടവരെ, ആ പ്രതിഭാസങ്ങൾ നമുക്ക് ചുറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ പ്രതിഭാസങ്ങളാണ് ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാറ്റും മഴയും കോളും ഇടിയും മിന്നലും പേമാരിയും എല്ലാം തന്നെ അല്ലാഹുവിന്റെ അത്യപൂർവമായ അത്ഭുതങ്ങളിൽ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഒക്കെ പെടുത്തിക്കൊണ്ട് പരിചയപ്പെടുത്തുമ്പോൾ ഇതിനെല്ലാം കാണിച്ചുകൊണ്ട് അല്ലാഹുവിനെ പറ്റി പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിലടക്കപ്പെട്ടപ്പോ അദ്ദേഹം എന്താ ചെയ്തത്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിലടക്കപ്പെട്ട ജയിൽ പുള്ളികളിൽ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട ആളുകളോട് അദ്ദേഹം ദീന് പറഞ്ഞു. ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇസ്ലാമിന്റെ പ്രഗത്ഭരായ നിരവധി പണ്ഡിതന്മാരെ അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവരിൽ മിക്കവാറും ആളുകൾ ജയിലിലടക്കപ്പെട്ടത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്താ അതിലൊക്കെയുള്ള ഹൈറാത്ത് എന്താണെന്നറിയോ? ആ ജയിലിലടക്കപ്പെട്ട സന്ദർഭം പോലും അവർ ഇബാദത്തുകൾക്ക് വേണ്ടി പല കാരണങ്ങൾ കൊണ്ടാണ് ജയിലിലടക്കപ്പെടുന്നത്. ഇന്നത്തെ സമൂഹം നമ്മൾ കാണുന്നത് പോലെ ഏതെങ്കിലും ക്രിമിനലിസം കൊണ്ടൊന്നല്ല ഇവരൊന്നും ജയിലിലായി പോയിട്ടുള്ളത്. മറിച്ച് ഏതെങ്കിലും നിലക്ക് അവരെ അകത്താക്കുക എന്ന നിലക്കൊക്കെ അവർ അകത്താക്കുകയാണ്. ആ സമയത്ത് അവരവിടെ ഇബാദത്തും അതുപോലെ തന്നെ പ്രബോധനവുമായിട്ട് അവർ മുന്നോട്ട് നീങ്ങുന്ന അവസ്ഥയാണ് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജയിൽ പുള്ളികളായ കൂട്ടത്തിലുള്ള ആളുകളോട് ചോദിച്ചു, ജയിൽ പുള്ളികളോട് തൗഹീദിന്റെ ചോദ്യം ചോദിക്കുകയാണ്. ഒരുപാട് റബ്ബുകളെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാം പടച്ച ഒന്നിനെ ആരാധിക്കലല്ലേ എന്ന് ചോദിച്ച ചോദ്യം അവർക്ക് ശരിക്കും അവർ ചിന്തനീയമായിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് ആളുകൾക്ക് മാറ്റമുണ്ടാകുന്ന അവസ്ഥയുണ്ടായി. ജയിലറകളിൽ, അങ്ങാടികളിൽ, കൊട്ടാരങ്ങളിൽ സയ്യിദ് ആമിറിനെ ഓർമ്മയില്ലേ? ചെരുപ്പ് ധരിക്കാതെ പാവപ്പെട്ടവനായ മെലിഞ്ഞ ശരീരക്കാരനായ ആൾ ആ ഹിർക്കലിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആ കടന്നുവരവ് തന്നെ ഹിർക്കലിനെ വല്ലാതെ വേചാറാക്കി. എന്താ ഇങ്ങനെ വരാനുള്ള പ്രേരണ എന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, ഞങ്ങളൊരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ പടപ്പുകൾ ആരാധിക്കുന്നതിൽ നിന്നും പടപ്പുകളെ പടച്ച റബ്ബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കുന്ന വിഭാഗമാണ് ഞങ്ങളെന്ന് ഹിർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ചെന്ന് പറയാൻ മാത്രം ഒരു പാവപ്പെട്ട ചെരുപ്പ് ധരിക്കാത്ത ഉണങ്ങിയ മനുഷ്യന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വയം പ്രഖ്യാപനം എന്നതിന്റെ പുറത്ത്, സ്വയം പറച്ചിലെന്നതിന്റെ പുറത്ത് പ്രയോഗവൽക്കരണത്തിലൂടെ ദീനിനെ പ്രചരിപ്പിക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രത്തോളം നന്മകൾ പഠിപ്പിച്ചു തന്നിട്ടാണ് നമ്മളിൽ നിന്ന് പോയിട്ടുള്ളത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന പാപങ്ങൾ, തിന്മകളൊക്കെ പത്രദ്വാര മാധ്യമങ്ങളിലൊക്കെയും കാണുമ്പോൾ മുസ്ലിം നാമധാരികളായ ആളുകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയും വരുമ്പോഴും ഒരു വലിയ സൽക്കർമ്മം നമ്മൾ ചെയ്യാൻ മാത്രമുള്ള സൽക്കർമ്മങ്ങൾ പഠിപ്പിച്ചു തന്നപ്പെട്ട സമുദായത്തിന് അതിൽ നിന്ന് ആളുകൾ പിന്നോക്കം പോകുന്ന അവസ്ഥയാണ്. എന്നെ നമുക്ക് പറയാൻ പറ്റും. കുറെ ആളുകൾ ആവേശകരമായി വളരെ ഊർജ്ജസ്വലരായി ഇബാദത്തുകളിലും നന്മയിലും നിന്നിരുന്ന ആളുകൾ പലപ്പോഴും ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു മതനിരാസം സൃഷ്ടിക്കാനുള്ള ഒരു വിങ്ങ് തന്നെ
ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, ഗ്രൂപ്പുകളിലും അതേപോലെ മീഡിയകളിലും ഇൻസ്റ്റഗ്രാമുകളിലുമെല്ലാം അള്ളാനെ പറ്റി ഉപയോഗിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മോശമായിട്ട് പറയാൻ, പ്രവാചകനെ ശ്രീലംബടനായി അവതരിപ്പിക്കുവാൻ, പ്രവാചകൻ ഏറ്റവും മോശമായ വ്യക്തിയാണ് എന്ന് ഉളുപ്പില്ലാതെ പറയാൻ ഈ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവാചകനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ ആ കമന്റിന്റെ താഴെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്യാൻ ഭയപ്പെടുക നമ്മളെല്ലാവരും. ഇതര മത ആളുകളായ ആളുകൾ, അള്ളാഹുവിനെ പറ്റി അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചവർ, ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിച്ചവർ, ഇസ്ലാമിനെ പറ്റി മോശമായ ഈ എന്താ പറയാ സോഴ്സിൽ നിന്ന്, മോശമായ സ്രോതസ്സിൽ നിന്ന് ഇൽമെടുത്തവർ, ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ ഈ കമന്റുകളായി എഴുതുമ്പോൾ അതിന്റെ താഴെ ഒരു ചരിത്രമെങ്കിലും കുറിച്ചെടുക്കാൻ പ്രിയപ്പെട്ടവർ നമുക്ക് ത്രാണിയില്ലാത്തവരായിട്ട് നമ്മൾ മാറുകയാണ്. നമുക്ക് ജാള്യത അനുഭവപ്പെടുകയാണ്, ശരിയല്ലേ എന്ന് തോന്നുകയാണ്. ഇസ്ലാമിൽ നിന്ന് നമ്മൾ ദൂരം പാലിക്കുന്ന തരത്തിലൊരു നിരാസം അവിടെ എന്ത് ചെയ്യണം രൂപപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതെന്താ ഉണ്ടാക്കുക? യൗവനങ്ങൾ, ഇന്നത്തെ കൗമാരങ്ങൾ, ഇന്നത്തെ ബാല്യങ്ങൾ ഇത്തരം കമന്റുകൾ വായിച്ചാൽ അത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് പോവുകയാണ്. ഇവിടെയാണ് മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ലേ, ഏറ്റവും വലിയ മനോഹരമായ ഒരു മില്ലത്ത് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു പോയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതിന്റെ ഒരണുവെങ്കിലും ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. പ്രബോധന രംഗത്ത്, സൽക്കർമ്മങ്ങളുടെ രംഗത്ത്, ഇബാദത്തുകൾ ചെയ്യുന്ന രംഗത്ത് ഞാൻ കഴിഞ്ഞ ഇന്നലെയുമായിട്ട് കണ്ടു ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് സുബഹിജമാഅത്തിന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒരു ടൂ വീലർ സഞ്ചരിക്കുകയാണ്. എന്നിട്ട് അസ്സലാമു അലൈക്കും ജനങ്ങളെ സ്വലാത്ത് എന്ന് വിളിച്ചു കൂകണം. എന്തിനാണ് വിളിക്കുന്നത്, എന്താണെന്ന് വിചാരിച്ച് ആശങ്കയോടുകൂടി കേട്ട് അയാളുടെ അടുത്തെത്തിയപ്പോൾ നമുക്ക് സലാമും ചൊല്ലിട്ട് അദ്ദേഹം അസ്സലാത്ത് എന്നിങ്ങനെ വിളിച്ചിട്ട് സ്കൂട്ടറിൽ അതിവേഗം ഓരോ വീടുകളുടെയും ഓരങ്ങളിലൂടെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുക. ഞാനിങ്ങനെ ആലോചിച്ചു, മഹാനായ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഇതുപോലെ രാവിലെ സുബഹിന്റെ മുമ്പ് അള്ളാന്റെ റസൂലിനെ പോലും വിളിച്ചുയർത്തിയ ബിലാലിനെ ഓർമ്മ വന്നു പോയി. പ്രിയപ്പെട്ടവരെ, എന്താ രാവിലെ എഴുന്നേറ്റിട്ട് ഓരോ വീടിന്റെയും ഓരങ്ങളിലൂടെ ഉമർ ഭരണകാലത്ത് ഉമർ ഖത്താബിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഇത് വായിച്ചിട്ടുണ്ട്. ഓരോ വീടകങ്ങളിലും വാതിൽ ഇങ്ങനെ തട്ടിയിട്ട് പള്ളിയിലേക്ക് പോയ സഹാബിയായിരുന്നു ബിലാൽ. അതല്ല, നമസ്കാരത്തിന് സമയമായിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് അവസാനം അള്ളാന്റെ റസൂലിന്റെ വാതിലിനും മുട്ടി സലാം പറഞ്ഞ് അദ്ദേഹം പള്ളിയിലേക്ക് പോവുകയാണ്, ബാങ്കുലി നടത്തുകയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മൾ വിചാരിക്കും അയാൾക്ക് എന്താ പരാണ്ടായിരിക്കും വിചാരിക്കും, ആളുകളോട് അയാൾക്കെന്താ, ആളുകൾ നിസ്സാരമായിട്ട് കാണും. ഇന്നലെയും ഞാൻ കണ്ട ചരിത്രം പ്രിയപ്പെട്ടവരെ, ആ ഒരു സംഭവം വല്ലാത്തൊരു സംഭവമാണ്. ആർക്ക് സാധിക്കും? നമ്മളിൽ ഒരുപാട് ആളുകൾ സുബഹിക്ക് പള്ളിയിൽ പോകുന്നവരാണ്. എന്നാൽ ആർക്കെങ്കിലും നമസ്കാരത്തിന് സമയമായിട്ടുണ്ട് ട്ടോ എന്നൊന്ന് ഉറക്കെ വിളിക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? കഴിയില്ല പ്രിയപ്പെട്ടവരെ. പുണ്യം വാങ്ങുകയാണ് അവർ. ഓരോ സൽക്കർമ്മങ്ങൾ ആർക്കെന്ത് സാധിക്കുമോ അത് നിർവഹിക്കാൻ മാത്രം തയ്യാറാവുകയാണ് ഒരു സമൂഹമോ എല്ലാത്തിൽ നിന്നും മാറി തന്റെ ഡീസൻസിയാണ് അവന് തടസ്സം. അതെ, തന്റെ പ്രൊഫൈലാണ് അവന് തടസ്സം, തന്റെ വരുമാനം അവ വാരിക്കൊടുത്തതാണ് അവന്റെ തടസ്സം, അവൻ സമ്പന്നനായി എന്നതാണ് അവന്റെ തടസ്സം, ആളുകൾക്ക് ദീന് പറയാൻ അവനൊരു വലിയ മുതലാളിയായി എന്നതായിരിക്കും തടസ്സം. അല്ലെങ്കിൽ പലപ്പോഴും പല പണ്ഡിതന്മാർക്ക് പോലും ഈ പണ്ഡിത ധർമ്മം നിർവഹിക്കാൻ കഴിയാത്ത വിധം അധപതിച്ചു പോവുകയാണ് നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവരെ, എന്നിട്ടാണ് ആ ആളുകൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്താണെന്ന് സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്കതിന് ഭാഗവാക്കാകണോ, അർഹത നേടണോ? പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരോട് ഇന്നത്തെ സിറ്റുവേഷനിലെ സാഹചര്യങ്ങൾ കാണിച്ചിട്ട് ഒരു റബ്ബിലേക്ക് എത്താൻ പ്രിയപ്പെട്ടവരെ കഴിയും. മക്കാ മുശ്രിക്കുകളോട് ഈ പരിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകളാണ് അടുപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ആകാശവും ഭൂമിയും മണ്ണും വിണ്ണും വിധാനവും സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചാൽ, മഴ നൽകുന്നതാരാണെന്ന് ചോദിച്ചാൽ അവർ പറയും സയഖൂലൂനലില്ല. അവർ പറഞ്ഞത് അള്ളയാണെന്നാണ്. റുബൂബിയത്തിൽ അവർ റെഡിയായിരുന്നു. റുബൂബിയത്തിൽ, ഉലൂഹിയത്തിൽ മറ്റുള്ള ആളുകളെ പങ്കുചേർത്ത് ശിർക്ക് ചെയ്ത് ജീവിച്ച ആളുകൾ റുബൂബിയത്തിൽ അവർ അള്ളാനെ പ്രഖ്യാപിച്ചവരായിരുന്നു. എന്നിട്ട് നമ്മുടെ സമുദായത്തിലോ മഴ ചെയ്യുന്നത് ആരാ, മഴ പെയ്യിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ മൊയ്തീൻ ശൈഖാണെന്ന് പറയാൻ, മഴ പെയ്യിക്കുന്നത് ഞങ്ങളുടെ ശൈഖ് അറിയാതെയല്ല എന്ന് പ്രസംഗിക്കാൻ ആളുകൾ റെഡിയാവുന്ന ഒരു കാലത്ത്, അതിന്റെ മുന്നിൽ ചെവിയും കോർപ്പ് ചിരിക്കാൻ തന്റെ ഇടമുള്ള ഒരു സമൂഹം വളർന്നു വരുന്ന കാലത്ത് അള്ളാനെ പറ്റി പച്ചയായി പറയാൻ അള്ളാനെ തിരിച്ചറിഞ്ഞ് നമുക്കെങ്കിലും സാധിക്കേണ്ടതില്ലേ എന്ന ചോദ്യം ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരു ചോദ്യമായി അവശേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദുൽഹിജ്ജയിലെ
സുപ്രധാനമായ മാസങ്ങൾ ഒരുപക്ഷേ ഇനി നമുക്ക് ലഭിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് എല്ലാവരും 5 നേരവും കൃത്യമായി നമസ്കാരത്തിലെത്തുകയും സൽക്കർമ്മങ്ങളിൽ സജീവമാകുകയും ഇബാദത്തുകളിൽ സജീവമാകുകയും അതുപോലെ തന്നെ അദ്കാറുകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അസീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുപോലുള്ള ഒരുപാട് അദ്കാറുകളും ദുആകളും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്കാറുകളിൽ സജീവമായത് ദുൽഹിജ്ജ മാസത്തിലാണ്. സഹാബാക്കളെല്ലാം കച്ചകെട്ടി ഇറങ്ങുമായിരുന്നു. ഈ അദ്കാറുകൾ ചെല്ലാനായി അവർ ഒന്നിച്ചിരിക്കാറുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരാൾ വിളിച്ചു പറഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾ ചെല്ലുന്ന സിസ്റ്റം പോലും ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിക്ർ മജ്ലിസിനെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കല്ല ഞാൻ പറഞ്ഞത്. ആളുകൾക്ക് അവർ പുതുമുഖരായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച് ചെല്ലാൻ ശീലിപ്പിച്ച് ഈ ദിക്റുകളും അദ്കാറുകളും വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് അന്നത്തെ സമൂഹം വളർന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും നേരില്ല. എല്ലാവരും ഭൗതികമായ സാഹചര്യത്തിൽ അവരെക്കാളും സൗകര്യം ലഭിച്ച നമുക്ക് അവർക്ക് സൗകര്യം കൊടുക്കാത്ത റബ്ബ്, സൗകര്യം എന്ന റബ്ബിനെ നമുക്കാർക്കും ഓർക്കാൻ കഴിയാത്ത വിധത്തിൽ തിരക്കിലാണ്. അതുകൊണ്ട് സജീവമായി സൽക്കർമ്മ നിരതരായ ഒരു നല്ല 10 ദിനരാത്രങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ വരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. ഇന്നു മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയ ആളുകൾ അതിന്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും സജീവമായി ഇബാദത്തുകളിൽ ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, എല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ നാട്ടിൽ ഈദുൽ അദ്ഹ ഇൻഷാ അല്ലാഹ് 7-ാം തീയതി ആയിരിക്കും, ശനിയാഴ്ച. അതുകൊണ്ട് തന്നെ അതിന്റെ മുമ്പുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയ പരമാവധി സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക, സമയം കണ്ടെത്തുക. ദുൽഹിജ്ജ 9 യൗമു അറഫ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിനത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. യൗമു അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയുടെ തൊട്ട് മുമ്പ് വരുന്ന ദിവസം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മുന്നോട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. മാസം കാണാത്ത കാരണത്താൽ നമ്മൾ മുന്നോട്ടാണ്. സ്വാഭാവികമായിട്ടും വെള്ളിയാഴ്ചയായിരിക്കും ആ അറഫ ഉണ്ടാവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം യൗമു അറഫ വെള്ളിയാഴ്ചയാണ്. ആ അറഫ നോമ്പ് നോൽക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ നടക്കുന്നത് പോലെ ഈദ് മുസല്ല നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ എന്റെ ഖുതുബ കേൾക്കുന്നവരും പിന്നീട് ഖുതുബ കേൾക്കുന്നവരുമായ എല്ലാവരും, നിങ്ങളിവിടെ ഹാജറില്ലാത്തവർ, ഹാജറുള്ള ആളുകൾ അവരെത്തിക്കുന്ന തരത്തിൽ നമ്മുടെ ഈ ഈദ് മുസല്ല ഇവിടെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് 8 മണിക്കായിട്ട് നമ്മുടെ നമസ്കാരം ഈ ഉള്ളവനുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാ നാട്ടിലും ഈദ് ആഘോഷിക്കുവാനുള്ള സൗകര്യം അല്ലാഹു നമ്മുടെ മുസ്ലിം സമുദായത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഭാഗത്ത് പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫലസ്തീനിലും ഇന്ത്യയിലെ ചില പ്രവിശാലമായ ചില ഭാഗങ്ങളിലുമെല്ലാം തന്നെ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് നാടുകളിൽ മുസ്ലിം സമുദായത്തിന് പീഡനങ്ങളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ മസ്ജിദുകൾ എന്താ പറയാ ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത തരത്തിൽ നഷ്ടപ്പെട്ടവരുണ്ട്. മസ്ജിദുകൾ തകർത്തെടുത്തു കളഞ്ഞ അവരൊക്കെയും കഴിഞ്ഞ പെരുന്നാളിന് ആഘോഷിച്ച പള്ളിയില്ലാത്തൊരവസ്ഥയിൽ അവരുടെയൊക്കെ പെരുന്നാള് സങ്കല്പിക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ മഴ പോലുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കപ്പെട്ടാലും മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈദിനെ എല്ലാ ആളുകൾക്കും പങ്കെടുക്കാനുള്ള ആഫിയത്ത് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അഅയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت
قلوبنا على دينك اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا اللهم إنا نسألك العفو والعافية في دينا ودنياي توفنا مسلما وألحقنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا وصيامنا وقيامنا يا رب العالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم صل على محمد وعلى آل محمد